ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലെ അവസാന മത്സരത്തിൽ മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയിരുന്നു. ആ മത്സരത്തിന് ശേഷം നമുക്കറിയാം അഡ്രിയാൻ ലൂണയുടെ വാക്കുകളൊക്കെ വളരെ പ്രസക്തമായ വാക്കുകളായിരുന്നു. അദ്ദേഹം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ 2027 വരെ കരാറുണ്ടെങ്കിലും ഈ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരണമോ വേണ്ടയോ എന്നുള്ളത് ഇങ്ങനെയുള്ള ഒരു സീസണിന് ശേഷം ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. കാര്യങ്ങൾ വ്യക്തമാണ്. നമുക്കറിയാം മുന്നേറ്റ നിരയിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡിഫൻസിലെ പോരായ്മകൾ കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് നിരവധി പോയിന്റുകളാണ് നഷ്ടപ്പെടുത്തുന്നത്. ജിമിനസും നോവസദോയും ഒക്കെ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സ് വെറുതെ അനാവശ്യമായി ഗോളുകൾ വഴങ്ങുന്നത് ശരിക്കും മുന്നേറ്റ നിരയിൽ തകർത്ത് കളിച്ചിരുന്ന താരങ്ങൾ ശരിക്കും നിരാശരാവുകയാണ്. അഡ്രിയാൻ ലൂണയുടെ വാക്കുകളും അത് തന്നെയാണ്. നമുക്കറിയാം ആരാധക പ്രതിഷേധമൊക്കെ കണ്ടൊരു സീസൺ ആയിരുന്നത്. ഇത്രയും മികച്ച ആരാധകരൊക്കെ ഉള്ള എവേ മത്സരങ്ങളൊക്കെ ബാംഗ്ലൂർ FC മത്സരങ്ങൾക്കൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിരവധി ആരാധകരായിരുന്നു ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിലേക്ക് ഓരോ സീസണിലും എത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ആരാധകർക്ക് ഒരു മികച്ച ടീമിനെ കൊടുക്കാൻ ഇതുവരെ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം സ്റ്റേഡിയത്തിനകത്തൊക്കെ പ്രതിഷേധം കണ്ടൊരു സീസൺ ആയിരുന്നു. താൽക്കാലിക പരിശീലകർക്ക് കീഴിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ആദ്യ 6-ൽ ഫിനിഷ് ചെയ്യുമെന്നൊക്കെ നേരിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ആദ്യ 6-ൽ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും അഡ്രിയാൻ ലൂണയുടെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. ഹൈദരാബാദ് FC-ക്കെതിരെയുള്ള ഒരു മത്സരം കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത്. ലൂണ നമുക്കറിയാം മികച്ചൊരു ലീഡറാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. പരിക്കുമാരി വന്നതിന് ശേഷം കൂടുതൽ ഗോളുകളൊന്നും സ്കോർ ചെയ്തിട്ടില്ലെങ്കിലും അവസാന മത്സരങ്ങളിലൊക്കെ ലൂണ ശരിക്കും ആ പ്രതാപകാലത്തെ മികച്ച പ്രകടനത്തിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയിരുന്നു. എന്തായാലും ലൂണയെ പോലുള്ള ഒരു താരമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോവുക എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും വരും സീസണിലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം അതിദയനീയമായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. ലൂണയെ നിലനിർത്തി കൂടുതൽ താരങ്ങളെ, മെച്ചപ്പെട്ട താരങ്ങളെ ഡിഫൻസിലേക്ക് കൊണ്ടുവന്ന് ടീം ശക്തിപ്പെടുത്തുമോ അതോ അഡ്രിയാൻ ലൂണയെ പോലുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് ഹൈദരാബാദ് FC-യോട്. അതോടുകൂടി ഈ സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ അവസാനിക്കുകയാണ്.